إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله. ഈ ഐഹിക ജീവിതത്തിൽ പലർക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് നാമെല്ലാം. പലരും നമ്മെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. നാം മുഴുകിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും പലർക്കും കൂടിയാണ്. എന്നാൽ നമ്മുടെ കാര്യത്തിൽ, സ്വന്തത്തിൻ്റെ കാര്യത്തിൽ ചില സ്വാർത്ഥത നമുക്ക് വേണ്ടതുണ്ട്. അതാണ് ഇബാദത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ കൽപ്പന നമ്മോട് നിർവഹിച്ചിട്ടുള്ളത് അവന് മാത്രം ഇബാദത്ത് ചെയ്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുക എന്നതിലാണ്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുത്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഇഖ്ലാസോടെ അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാൻ, ആ ഇബാദത്തുകളിലെ ഏറ്റവും മഹത്തായ ഇബാദത്തുകളായ നമസ്കാരവും സക്കാത്തും, അതൊക്കെ അള്ളാഹുവിന് മാത്രം അവൻ്റെ വജഹുദ്ദേശിച്ച് നിർവഹിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. നിന്റെ റബ്ബിത വിധിച്ചിരിക്കുന്നു, അവനെയല്ലാതെ നീ ആർക്കും ഇബാദത്ത് നൽകരുത്. അബ്ദുറഹ്മാൻ നാസിറു സഅദി റഹ്മഹുല്ല ഈ ആയത്തിൻ്റെ തഫ്സീറിൽ വ്യക്തമാക്കിയത് കാണാം. അമറ ബിത്തൗഹീദ്. അള്ളാഹു ഈ ആയത്തിലൂടെ തൗഹീദാണ് കൽപ്പിക്കുന്നത്. ഖലാഅൻ ദീനിയൻ വ അമറ അംറൻ ശർഇയ്യൻ. ആ തൗഹീദിൻ്റെ കൽപ്പന ദീനിയായ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ശർഇയ്യായ ശക്തമായ ഉപദേശം, അവനെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുത്. അഹദം മിൻ അഹ്ലിൽ അർളി വസ്സമാവാതി അൽ അഹ്യാഉ വൽ അംവാത്ത്. ഭൂമിയിലുള്ളവരാവട്ടെ ആകാശത്തിലുള്ളവരാവട്ടെ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അത്തരത്തിലുള്ള ആർക്കും ഇബാദത്ത് നൽകരുത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. അള്ളാഹു അവന് ഇബാദത്ത് ചെയ്യണം എന്ന് കൽപ്പിച്ചപ്പോൾ കേവലം ചില ഇബാദത്തുകൾ നിർവഹിക്കാനല്ല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഖ്ലിസീന ലഹുദ്ദീൻ, എല്ലാ കീഴ്വണക്കവും അവന് മാത്രമാക്കിക്കൊണ്ടാവണം ഇബാദത്തുകൾ.
ഖാസിദീന ബിജമീഇ ഇബാദത്തിഹിം അല്ലാഹിറ വൽ ബാത്തിന വജ്ഹല്ലാഹി വത്വലബ സുൽഫ ലദൈഹി. നാം നിർവഹിക്കുന്ന പ്രത്യക്ഷമാവട്ടെ പരോക്ഷമാവട്ടെ എല്ലാ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ വജ്ഹ് ലക്ഷ്യമാക്കി നിർവഹിക്കുക, അതിലൂടെ അള്ളാഹുവിൻ്റെ സാമീപ്യം തേടുകയും ചെയ്യുക. ഇതാണ് ഇബാദത്തുകളിൽ പ്രധാനം. അതുകൊണ്ട് തന്നെ 2 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അള്ളാഹുവിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ എന്നിവയിൽ ബോധപൂർവമായ വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലത്ത് തൻ്റെ കീഴിലുള്ള തൻ്റെ പ്രജകൾക്കും താൻ നിയോഗിച്ച മുഴുവൻ ഗവർണർമാർക്കും പണ്ഡിതന്മാർക്കുമൊക്കെ എഴുതി അറിയിച്ചിരുന്ന ഒരു ഉപദേശമുണ്ട്. അന്നഹു കതബ ഇല ഉമ്മാലിഹി വ ഉമറാഇഹി ഇന്ന അഹമ്മ ഉമൂരിക്കും ഇൻദി അസ്വലാ മൻ ഹഫിളഹ വ ഹാഫള അലൈഹ ഹഫിള ദീനഹു വമൻ ലയ്യഅഹ ഫഹുവ ലിമാ സിവാഹ അളിയ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കത്തിലൂടെ ഉപദേശിച്ചത്, നിങ്ങളുടെ കാര്യങ്ങളിൽ എൻ്റെ അടുത്ത് ഏറ്റവും പ്രധാനം നമസ്കാരമാണ്. അതാരാണ് ജീവിതത്തിൽ സൂക്ഷ്മതയോടെ നിലനിർത്തുന്നത്, അവൻ അവൻ്റെ ദീനിനെ തന്നെ സൂക്ഷിച്ചു. അതാരാണ് പാഴാക്കിയത്, അവൻ മറ്റെല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം പാഴാക്കിക്കളയും എന്നാണ്. ഒരു ഭരണാധികാരി പോലും തൻ്റെ പ്രജകൾക്കും നേതാക്കൾക്കും നൽകിയ വിലപ്പെട്ട ഉപദേശമാണത്. ഈ നിലക്ക് നാം നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ, നമുക്കത് നിർവഹിക്കാൻ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകിയിട്ടുണ്ട്. അത് എപ്പോൾ നഷ്ടപ്പെടുമെന്നറിയില്ല. അതുകൊണ്ട് അതിൽ വീഴ്ച വരാതിരിക്കുക. 2ാമത്തെ കാര്യം, ഒരു 2 റക്അത്ത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് നിർവഹിക്കുന്നതെങ്കിലും, ഒരു ദിക്റാണ് നാം ഉരുവിടുന്നതെങ്കിലും, ഒരു പ്രാർത്ഥനയിലാണ് നാം ഒഴുകുന്നതെങ്കിലും അത് മനസ്സാന്നിധ്യത്തോടെ നിർവഹിക്കുക. നമ്മുടെ നാവിൽ തുമ്പിൽ മാത്രം നിലകൊള്ളേണ്ടതല്ല ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും. അത് ഹൃദയത്തിൽ നിന്നുണരണം, ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരണം. വദ്കുർ റബ്ബക ഫീ നഫ്സിക തളർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. നീ നിന്റെ റബ്ബിനെ ഓർക്കണം നിന്റെ മനസ്സിൽ, തളർറുഅൻ അങ്ങേയറ്റം വിനയത്തോടെ, ഖീഫതൻ ഭയപ്പാടോടെ. നാസിറു സഅദി റഹിമഹുല്ല പറഞ്ഞത്, അദ്ദിക്റു ലില്ലാഹി തആല യകൂനു ബിൽ ഖൽബി വയകൂനു ബിൽ ലിസാൻ വയകൂനു ബിഹിമാ. അല്ലാഹുവിനുള്ള നാം ഉരുവിടുന്ന ഓരോ ദിക്റും അത് ഹൃദയം കൊണ്ടും നാവുകൊണ്ടുമാവണം. വയകൂനു ബിഹിമാ, അവ രണ്ടുകൊണ്ടുമാവണം. ഹുവ അക്മലു അൻവാഇ ദിക്രി വഅഹ്വാലിഹി, അതാണ് നാം നിർവഹിക്കുന്ന ദിക്റുകളിൽ ഏറ്റവും സമ്പൂർണം എന്ന് അദ്ദേഹം വിശദീകരിച്ചത് കാണാം. അതുപോലെ വലാ തകും മിനൽ ഗാഫിലീൻ, നീ ഒരിക്കലും അശ്രദ്ധരിൽ പെട്ടുപോകരുത്. നമ്മുടെ ഇബാദത്തുകളിലും പ്രാർത്ഥനകളിലും ഹൃദയ സാന്നിധ്യമുണ്ടോ എന്നാണ് നാം വിലയിരുത്തേണ്ടത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുമായിരുന്നു, ഉത്ലുബു ഖൽബക ഫീ സലാസതി മവാത്തിൻ, 3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 3 സന്ദർഭങ്ങളിൽ നീ നിന്റെ ഹൃദയമുണ്ടോ എന്ന് അന്വേഷിക്കുക. ഇൻദ സിമാഇൽ ഖുർആൻ, ഒന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുമ്പോൾ. വഫി മജാലിസി ദിക്ർ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന, അവൻ്റെ വിധിവിലക്കുകൾ സംസാരിക്കുന്ന, അവൻ്റെ ദീൻ പഠിക്കുന്ന അത്തരത്തിലുള്ള സദസ്സുകളിൽ നിന്റെ ഹൃദയമുണ്ടോ? വഫി ഔഖാത്തിൽ ഖൽവ, അള്ളാഹുവിന് വേണ്ടി നിന്റെ വിലപ്പെട്ട സമയങ്ങളിൽ ഒഴിഞ്ഞിരിക്കണം നീ. ആ ഒഴിഞ്ഞിരിക്കുന്ന സമയങ്ങളിലും
ഹൃദയ സാന്നിധ്യമുണ്ടോ എന്ന് നീ തേടുക. ഫഇല്ലം തജിദുഹു ഫീ ഹാദിഹിൽ മവാത്തിൻ ഫസലില്ലാഹ അൻ യമുന്ന അലൈക ബിഖൽബിൻ ഫഇന്നഹു ലാ ഖൽബ ലക്. ഈ 3 സന്ദർഭങ്ങളിൽ നിന്റെ ഹൃദയവും നീയും തമ്മിൽ ബന്ധമില്ലെങ്കിൽ അള്ളാഹുവിനോട് നിനക്കൊരു ഹൃദയം തരാൻ, നിനക്കൊരു ഹൃദയം കനിയാൻ നീ ചോദിച്ചു കൊണ്ടിരിക്കണം. ഫഇന്നഹു ലാ ഖൽബ ലക, കാരണം നിനക്ക് ഹൃദയമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ഏത് കർമ്മങ്ങളിലും മനസ്സുണ്ടാവണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ കർമ്മവും വിലയിരുത്തുന്നതും അതിന് പ്രതിഫലം നൽകപ്പെടുന്നതും എന്ന് പഠിപ്പിച്ചു. നാം നിർവഹിക്കുന്ന എല്ലാറ്റിലും ഹൃദയ സാന്നിധ്യമുണ്ടായാൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുത്ത് അത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ഉപദേശം തേടി. ആ ഉപദേശം തേടിയവനോട് അദ്ദേഹം പറഞ്ഞത്, ഇദാ സമിഅത്തല്ലാഹ യഖൂൽ, നീ അള്ളാഹു പറയുന്നത് കേട്ടാൽ, എന്ത്? യാ അയ്യുഹല്ലദീന ആമനു, അള്ളാഹ് വിളിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു എന്ന അള്ളാഹിന്റെ വിളി നീ കേട്ടാൽ ഫഅർഇഹാ സംഅക്, നന്നായി ശ്രദ്ധിക്കണം. ഫഇന്നഹു ഖൈറുൻ യുഅ്മറു ബിഹി ഔ ശർറുൻ യുൻഹാ അൻഹു. ആ യാ അയ്യുഹല്ലദീന ആമനു എന്ന അഭിസംബോധനയിലൂടെ അള്ളാഹ് നിന്നോട് ഒരു നന്മ കൽപ്പിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ വെടിയേണ്ട ഒരു തിന്മയായിരിക്കാം അവൻ കൽപ്പിക്കുന്നത്, വിരോധിക്കാൻ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ്. ഇങ്ങനെ നമ്മുടെ എല്ലാറ്റിലും നമ്മുടെ ഹൃദയ സാന്നിധ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് അള്ളാഹു നമ്മെ പരിഗണിക്കുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗ അലിമൽ മുതസദ്ദിഖു ഹഖൽ ഇൽമി വതസവ്വർ, ധർമ്മം കൊടുക്കുന്ന ഒരാൾ, ആ ധർമ്മം എത്ര ചെറുതാവട്ടെ വലുതാവട്ടെ, ആ ധർമ്മം കൊടുക്കുന്നവൻ ശരിയാം വണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ, എന്ത്? അന്ന സ്വദഖതഹു തഖഉ ഫീ യദില്ല ഖബ്ല യദിൽ ഫഖീർ, അവൻ കൊടുക്കുന്ന ആ ധർമ്മം അവൻ ആർക്കാണോ നൽകുന്നത് ആ ദരിദ്രന്റെ കൈകളിൽ എത്തുന്നതിന് മുമ്പ് അള്ളാന്റെ അടുക്കൽ എത്തുന്നുണ്ട് എന്ന് ഒരു മുത്തസദ്ദിഖ്, ഒരു ധർമ്മിഷ്ഠൻ അറിഞ്ഞിരുന്നെങ്കിൽ, ലക്കാനത്തു ലദ്ദത്തുൽ മുഅ്തി അക്ബർ മിൻ ലദ്ദത്തിൽ അഖദ്, ആ ധർമ്മം വാങ്ങി അതുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ മറ്റാവശ്യങ്ങൾ നിർവഹിക്കുകയോ ചെയ്ത് അതിൽ ആസ്വാദനം കണ്ടെത്തും ആ ധർമ്മം സ്വീകരിച്ചവൻ. എന്നാൽ ആ ധർമ്മം നൽകിയവൻ അതിനേക്കാളും വലിയ ആസ്വാദനമാണ് അവൻ അനുഭവിക്കുക എന്നാണ്. ഈ നിലക്കാണോ നമ്മുടെ ദാനധർമ്മങ്ങൾ എന്ന് നാം ആലോചിക്കണം. ഇതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഭൗതികമാവട്ടെ പാരത്രികമാവട്ടെ, ഏതാവശ്യങ്ങളും റബ്ബിനോട് പറയാനുള്ള വസീലയാണ് നാം നിർവഹിക്കുന്ന ദുആ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ള പലരും നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്, വിദൂര രാജ്യങ്ങളിലുണ്ട് എന്ന് നമുക്കറിയാം. ആ പ്രാർത്ഥനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാവണം നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടത്. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലില്ലാഹിൻ, നിങ്ങൾ മനസ്സിലാക്കണം, അശ്രദ്ധമായ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം തരില്ല എന്നാണ്. അള്ളാഹു നമ്മുടെ പ്രാർത്ഥന അവൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ സദാസമയവും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹയി മിനൽ അബ്ദി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യറുദ്ദഹുമാ സിഫറ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുദാരനാണ്, അവൻ ലജ്ജയുള്ളവനാണ്. ഒരടിമ അവൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവൻ്റെ ഇരു കരങ്ങളും അവനിലേക്ക് ഉയർത്തിയാൽ ആ കരങ്ങളെ ശൂന്യമായി വിടുക എന്നത് അള്ളാഹ്ക്ക് ലജ്ജയുള്ള കാര്യമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളിൽ നാം മുഴുകണം എന്നതോടൊപ്പം പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥനയിൽ നമ്മുടെ സഹോദരങ്ങൾ ക്രൂരമായ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയമാകുമ്പോൾ നമുക്കിവിടെ വെച്ച് അവർക്ക് വേണ്ടി നിർവഹിക്കാനുള്ളത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധിക്കാരികളായ
ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസിലുണ്ട്. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം. അല്ലാഹുവേ, ആ ശത്രുക്കളുടെ കഴുത്തുകളിൽ നിന്നെയാണ് ഞങ്ങൾ ഏൽപ്പിക്കുന്നത്, അവരുടെ ഷെറുകളിൽ നിന്ന് ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു എന്ന ബോധപൂർവം അക്രമം ചൊരിയുന്നവർക്ക് വേണ്ടി ഇത്തരത്തിലുള്ള പ്രാർത്ഥന മനസ്സിൽ തട്ടി തന്നെ നമ്മൾ നിർവഹിക്കണം. അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഹൃദയം തൊട്ട കർമ്മങ്ങൾ നമുക്കുണ്ടാവുക. ഗുഹാവാസികളുടെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുഹയിലകപ്പെട്ടവർ, അവരെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗവുമില്ല. അവരുടെ രക്ഷപ്പെടുത്താൻ അവരുടെ കൈകളിലുണ്ടായിരുന്നത് ആത്മാർത്ഥമായ പ്രാർത്ഥനയായിരുന്നു. ചെയ്ത കർമ്മങ്ങളെടുത്ത് അവർ പ്രാർത്ഥിച്ചു. രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, പ്രാർത്ഥനയിൽ അവർ അഭയം തേടി. മറ്റൊന്ന്, കർമ്മങ്ങളെടുത്ത് പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥനയിലെ തവസ്സുൽ എന്ന സുന്നത്ത് നമ്മൾ നടപ്പിലാക്കാനുണ്ട്. റബ്ബേ, ഞാൻ ഇന്ന കർമ്മങ്ങളൊക്കെ ചെയ്തവനാണ്, ഈ കർമ്മങ്ങൾ മുഖേന ഞാനിതാ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന അങ്ങനെയുള്ള തവസ്സുൽ അള്ളാഹു സ്വീകരിക്കുമെന്നതാണ്. അതുകൊണ്ട് മനസ്സാന്നിധ്യമുള്ള ഇബാദത്തുകൾക്കൊരുങ്ങുക. കേവലം യാന്ത്രികമായ കർമ്മങ്ങളോ യാന്ത്രികമായ ഇബാദത്തുകളോ അല്ല അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇഖ്ലാസോടെ അവൻ്റെ വജുഹുദ്ദേശമുള്ള കർമ്മങ്ങളാണ്. അത് ചെയ്യാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുക. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വബഅദ്. നമുക്കിന്ന് ലഭിച്ച ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. യാത്രാ സൗകര്യങ്ങളിൽ നമുക്ക് ലഭിച്ച വലിയ ഒരു സൗകര്യമാണ് 6 വരിപ്പാത എന്നത്. മുമ്പൊക്കെ മണിക്കൂറുകൾ ചെലവഴിച്ച് യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് യാത്ര ചെയ്ത് എത്താൻ കഴിയുന്നു എന്നത് ഒരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഡ്രൈവിംഗ് നിർവഹിക്കുന്നവർ, ട്രാഫിക് നിയമങ്ങൾ നന്നായി ശ്രദ്ധിച്ചു വേണം, പ്രത്യേകിച്ചും 6 വരി പാതയിലൂടെ പോകുന്നവർ. ഞാനിവിടെ കേൾപ്പിക്കുന്നത് ഖുർആനിലൊരു വചനമാണ്. 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 195-ാമത്തെ ആയത്തിൽ കാണും, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഐദീകും ഇലത് തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. 3 കാര്യങ്ങൾ ഈ വചനത്തിലൂടെ അള്ളാഹു ആവശ്യപ്പെടുന്നു. ഒന്ന്, അവൻ തന്ന സമ്പത്ത് അവൻ്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ. രണ്ടാമത്തത്, നിങ്ങളുടെ കൈകൾ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത്. മൂന്നാമത്തത്, വ അഹ്സിനു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, നിങ്ങൾ നന്മകളിൽ മുഴുകുക, അള്ളാഹു സുഹൃതം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. മറ്റൊരു വചനത്തിൽ വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്നും കാണാം. ഈ ആയത്തുകളൊക്കെ അതിൻ്റെ അവതരണത്തിന് പ്രത്യേക പശ്ചാത്തലങ്ങൾ ഉണ്ടെങ്കിലും മുഫസ്സിറുകൾ അൽ ആയത്തു ആമ്മ, ഈ ആയത്തൊക്കെ പൊതുവായ എല്ലാ ഭാഗങ്ങളിലേക്കും കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ലഭിച്ച യാത്രാ സൗകര്യങ്ങളിൽ ഇന്ന് 6 വരി പാതയിലൂടെ പോകുമ്പോൾ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കുകയാണ്. മിക്ക അപകടങ്ങളും സംഭവിക്കാൻ കാരണം അശ്രദ്ധ കൊണ്ടും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നത് കൊണ്ടുമാണ്. നമ്മൾ യാത്ര പോകുമ്പോൾ ചില ബോർഡുകൾ കാണാറുണ്ട്. നോ എൻട്രി, എക്സിറ്റ് ഒൺലി, പാർക്കിംഗ്, നോ പാർക്കിംഗ്. ഇതൊക്കെ എന്തിനാ? കൃത്യമായ നിയമം പാലിക്കാനാണ്. നോ എൻട്രി എന്ന ബോർഡിന് ഉള്ളിലൂടെ പലരും കടന്ന് അതിലൂടെ അതിവേഗം സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു. പാർക്കിംഗ് അനുവദിക്കാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തത് കാരണം അതിൽ വാഹനമിടിച്ച് അപകടങ്ങളും മരണങ്ങളും സംഭവിക്കുന്നു. എക്സിറ്റ് ഓൺലി എന്നത് അതിലൂടെ പുറത്ത് കടക്കാൻ മാത്രമാണ്. പുറത്തുനിന്ന് അതിനുള്ളിലൂടെ കടന്നാൽ അവിടെ അപകടം സംഭവിക്കും. അതുപോലെ തന്നെ
സീബ്ര ലൈൻ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ റോഡ് മുറിച്ച് കടക്കാവൂ. സീബ്ര ലൈൻ ഉള്ളിടത്ത് ആളുകൾ റോഡ് മുറിച്ച് കടക്കാൻ കാത്തു നിൽക്കുമ്പോൾ വാഹനങ്ങൾ നിർത്തി അവർക്ക് ഡ്രൈവിംഗ് ചെയ്യുന്നവർ സൗകര്യവും ചെയ്യണം. ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ കാരണം വലിയ വലിയ അപകടങ്ങളും മരണങ്ങളും നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ടാണ്. നമ്മളെക്കൊണ്ട് മറ്റൊരാൾ പ്രയാസമുണ്ടാകരുത്, വേദനിക്കരുത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു മരണം സംഭവിക്കരുത്. യസ്സിറു വലാ തുഅസ്സിറു, ബഷിറു വലാ തുനഫിറു. നിങ്ങൾ ആളുകൾക്ക് സൗകര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ദുരിതവും ഞെരുക്കവും ഉണ്ടാക്കരുത്. ആളുകൾക്ക് സന്തോഷമുണ്ടാക്കട്ടെ. നിങ്ങൾ ആളുകളെ അകറ്റരുത്, വെറുപ്പിക്കരുത്, പ്രയാസപ്പെടരുത് എന്ന നബി സല്ലല്ലാഹു അലൈഹി ഉപദേശം ഇത്തരം നിയമങ്ങളിലൊക്കെ ബാധകമാണ് എന്നതുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ കാര്യങ്ങൾ നമ്മുടെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം, നമ്മൾ അറിയുന്നവർക്ക് ഈ സന്ദേശം എത്തിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ച് അവൻ്റെ വിധിവിലക്കുകൾ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടിയ നിലക്ക് ശ്രദ്ധിച്ച് നിർവഹിക്കുന്ന മുത്തഖുകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ, അല്ലാഹുമ്മ അശ്ഫി മർളാനാ വ മർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അശ്ഫി മർളാനാ വർഹം മൗതാനാ യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ ലാ തദഅ ലനാ ദംബൻ ഇല്ലാ ഗഫർതഹു വലാ ദൈനൻ ഇല്ലാ ഖളൈതഹു വലാ മരീളൻ ഇല്ലാ ശഫൈതഹു വലാ മയ്യിതൻ ഇല്ലാ റഹിംതഹു വലാ ബലാഅൻ ഇല്ലാ റഫഅതഹു യാ അർഹമർ റഹീമീൻ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.